നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. റോയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റും ചേർന്ന് നടത്തുന്ന മഞ്ചേരി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 15-ന് ആരംഭിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി മഞ്ചേരി യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് റോയൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏപ്രിൽ 15 മുതൽ നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ഇപ്രാവശ്യം ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ചേരി നഗരസഭ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികളും കായിക പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നഗരസഭയുടെ ഒരു ശ്രമം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. മഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി യുവാക്കളുടെയും കുട്ടികളുടെയും കായിക താൽപ്പര്യം വളർത്തുന്നതിനായാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജീകരിക്കുന്ന ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. റോയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റും ചേർന്നാണ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ചേരിയിൽ വിപുലമായൊരു കായിക മാമാങ്കത്തിന് വേദിയൊരുക്കുന്നത്. ഏപ്രിൽ 15-ന് വൈകിട്ട് 8 മണിക്ക് ഗ്രൗണ്ടിലെ ആദ്യ മത്സരം മെഡിക്കാട് അരീക്കോടും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിൽ നടക്കും. 20 പ്രമുഖ ടീമുകളുടെ 21 കളികളാണ് നടക്കുക. മത്സരത്തിന് മുൻപും ഇടവേളകളിലും ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ പരിപാടികളുടെ ദൃശ്യാവിഷ്കാരങ്ങളും കലാവിരുന്നും അവതരിപ്പിക്കുന്നതിനായി വേദിയൊരുക്കും. 7000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റീൽ ഗാലറിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് വാഹന പാർക്കിങ്ങിന് സ്ഥലമൊരുക്കി. ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൽ നിന്ന് ഒരു വിഹിതം വട്ടപ്പാറ ഹെൽത്ത് സെന്ററിന് സ്ഥലം വാങ്ങുന്നതിനും ഭിന്നശേഷിക്കാർക്കുള്ള പിന്തുണാ പ്രവർത്തനങ്ങൾ നടത്താനും മാറ്റിവെക്കും. ബാക്കി വരുന്ന സംഖ്യ ഗ്രൗണ്ടിന്റെ സംരക്ഷണത്തിന് ഉപയോഗിക്കും. കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള പരിശീലനം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനുള്ള സഹായം എന്നിവയ്ക്കും ഉപയോഗിക്കും. ചമയം, മൊഞ്ചുള്ള മഞ്ചേരി, ചേലാസ് വെഡ്ഡിംഗ് സെന്റർ, NTK ജ്വല്ലേഴ്സ് എന്നീ പേരിലുള്ള ട്രോഫികളാണ് വിജയികൾക്ക് സമ്മാനിക്കുക. സീസൺ ടിക്കറ്റുകാർക്ക് ഇത്തവണ പ്രത്യേക സംവിധാനത്തിലുള്ള ഇലക്ട്രോണിക് കാർഡുകളാണ് നൽകുക. ഭർത്താവ്, ഭാര്യ, 2 മക്കൾ ഉൾപ്പെടെ 4-അംഗ കുടുംബത്തിന് 150 രൂപയുടെ ഫാമിലി ടിക്കറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബസമേതം കളി കാണാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അപ്പോൾ 7 മണി മുതൽ നമ്മുടെ കലാകായിക പരിപാടികൾ തുടങ്ങും. 8:30 മണിയോടുകൂടി നമ്മൾ 8:45 കൂടിയിട്ട് നമ്മൾ ഫുട്ബോൾ ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫാമിലിക്കൽ എൻട്രി നമ്മളിപ്പോൾ പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുള്ളത് 150 രൂപക്ക് 4 അംഗങ്ങൾക്ക് ഒരു ഫാമിലിയിൽ, അതായത് 2 അഡൾട്ടിനും 2 കുട്ടികൾക്കും പ്രവേശിക്കാവുന്ന രൂപത്തിൽ ഒരു ഫാമിലിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ 150 രൂപക്ക് നമ്മൾ ആളുകളെ ഫാമിലിക്ക് വരാൻ കഴിയുമെന്നുള്ള. കാരണം ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ സീസൺ ടിക്കറ്റ് പോലെ അല്ല നമ്മൾ ഇപ്രാവശ്യം സീസൺ ടിക്കറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക ചിപ്പോട് കൂടിയിട്ടുള്ള നമ്മളുടെ മൈക്രോ ഇലക്ട്രോണിക് മറ്റേ ATM കാർഡ് പോലത്തെ ഇലക്ട്രോണിക് കാർഡുകളാണ് നമ്മൾ സീസൺ ടിക്കറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്ക് തന്നെ പ്രത്യേക പ്രവേശന കവാടത്തിലൂടെയാണ് അവർക്ക് സ്പെഷ്യൽ ഇതാണ്. കാരണം അവർക്കുള്ള ഒരു പ്രയോറിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ 21 കളിക്കുള്ള ടിക്കറ്റ് ആദ്യമേ എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ എൻട്രി അടക്കം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ഗാലറി സീസൺ ടിക്കറ്റിന് 900 രൂപയാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ നിവിൽ ഇബ്രാഹിം, കൺവീനർ KK മുഹമ്മദ് ബഷീർ, ഷുക്കൂർ പടവണ്ണ, N മുഹമ്മദ്, K അൽത്താഫ്, സമീർ വല്ലാഞ്ചിറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.